Hi everyone, welcome to CVQ. Structural Analysis 1 എന്ന കോഴ്സിൽ KTU 2019 സ്കീമിൽ മൊഡ്യൂൾ 1 വരുന്ന ടോപ്പിക്കാണ് മെത്തേഡ് ഓഫ് സക്സസീവ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിൻ്റെ തിയറി ആയിരുന്നു നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത്. ഒരു ലെക്ചറിൽ നമ്മൾ ഈ ഒരു മെത്തേഡിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടും വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഓഫ് ദിസ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. അങ്ങനെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളൂ ഫൈൻഡ് ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഓഫ് ദ ഫിഗർ ഷോൺ ബിലോ ആൻഡ് ദ ഫിഗർ റെപ്രസെൻറ്റ്സ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL. സോ നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL വന്നു കഴിഞ്ഞാൽ സിമെട്രിക്കൽ ലോഡിംഗ് ആണ്. സോ എവിടെയാണ് മാക്സിമം ഡിഫ്ലക്ഷൻ വരിക എന്നുള്ളത് അറിയണം. സോ മാക്സിമം ഡിഫ്ലക്ഷൻ ഓൾവേസ് ഒക്കേഴ്സ് അറ്റ് ദ മിഡ് സ്പാൻ. സിമെട്രിക്കൽ ആയിട്ടുള്ള ലോഡിംഗ് ആണെങ്കിൽ എപ്പോഴും മിഡ് സ്പാനിലായിരിക്കും. ഇനിയിപ്പോൾ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദ മിഡ് സ്പാന് കൊടുത്താൽ ആ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ മിഡ് സ്പാനിലായിരിക്കും എഗെയിൻ മാക്സിമം ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടാവുക. അത് നമുക്ക് ആദ്യം അറിയണം. ടോട്ടൽ സ്പാൻ എല്ലാണെങ്കിൽ L/2 മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. സോ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് find the maximum deflection of the simply supported beam shown in the figure എന്നാണ്. സോ നമുക്കപ്പോൾ ആദ്യം അറിയേണ്ടത് എവിടെയാണ് മാക്സിമം ഡിഫ്ലക്ഷൻ വരിക എന്നുള്ളത് അറിയണം. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ സിമെട്രിക്കൽ ആയിട്ടുള്ള ലോഡിംഗ് ആണെങ്കിൽ ഇതിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു UDL ആണ് ഈ ഒരു ബീമിൽ ആക്ട് ചെയ്യുന്നത്. സോ സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ലോഡിംഗ് ആണ് അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് കറക്റ്റ് മിഡ് സ്പാനിലാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിമെട്രിക്കൽ ലോഡിംഗ് കണ്ടീഷനാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് മിഡ് സ്പാനിലായിരിക്കും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ഫൈൻഡ് ദ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് എന്നുള്ളത് അറിയണം. അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് പറയും ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ അറ്റ് ദ പോയിന്റ് അല്ലെങ്കിൽ അറ്റ് ദ മിഡ് സ്പാൻ എന്ന് പറയും. ഇനി പറഞ്ഞിട്ടില്ല, വെറുതെ മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയണം എവിടെയാണ് മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത്. സോ സിമെട്രിക്കൽ ആയിട്ടുള്ള ബീമിൻ്റെ കേസിൽ എപ്പോഴും മിഡ് സ്പാനിലായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നുണ്ടാവുക. ഇനി ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമുക്ക് മാക്സിമം ഡിഫ്ലക്ഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് മിഡ് സ്പാനിലാണ്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബീം എന്ന് പറയുന്നത് L ആണ്. സോ മിഡ് സ്പാൻ എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് ദ സ്പാൻ ആണ് വിച്ച് ഇസ് L/2. സോ L/2 ഡിസ്റ്റൻസിൽ വരുന്ന ഡിഫ്ലക്ഷൻ എന്താണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ ഫസ്റ്റ് തന്നെ നമുക്ക് മെത്തേഡ് ഓഫ് സക്സസീവ് ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുമ്പം സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇനി കാൻറ്റിലിവർ ബീം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയാക്ഷൻസ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവില്ല. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ രണ്ട് സപ്പോർട്ടാണുള്ളത്. ഒരു ഹിഞ്ച് സപ്പോർട്ടും ഉണ്ട്, ഒരു റോളർ സപ്പോർട്ടും ഉണ്ട്. സോ ഹിഞ്ച് സപ്പോർട്ടിൽ നമുക്കറിയാം വെർട്ടിക്കൽ റിയാക്ഷനാണ്. ഇപ്പോൾ നമ്മളിവിടെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഹൊറിസോണ്ടൽ റിയാക്ഷൻ 0 ആയിരിക്കും. കാരണം വേറെ ഹൊറിസോണ്ടൽ ലോഡുകളൊന്നും ആക്ട് ചെയ്യുന്നില്ല. സോ നമ്മൾ വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ ഒരു ഹിഞ്ച് സപ്പോർട്ടാണ്, ഇവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അതേപോലെ ഇവിടെ ഒരു റോളർ സപ്പോർട്ടാണ്, ഇവിടെയും ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. നമുക്കിതിനെ RA/RB എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. സോ RA/RB എന്ന് പറഞ്ഞ് രണ്ട് വെർട്ടിക്കൽ റിയാക്ഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ റിയാക്ഷൻ മാർക്ക് ചെയ്തിട്ടില്ല കാരണം അത് 0 ആയി പോവും. ഇനി നമുക്ക് ഈ RA/RBൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ യൂഷ്വലി നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം ഇക്വേഷൻ, വെർട്ടിക്കൽ ഇക്വിലിബ്രിയം ഇക്വേഷൻ, മൊമെൻ്റ് ഒക്കെ എഴുതിയിട്ടാണ് കണ്ടുപിടിക്കുക. ഇതിപ്പോൾ സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു കേസാണെന്ന് പറഞ്ഞു അല്ല, ലോഡിംഗ് എന്ന് പറഞ്ഞാൽ സിമെട്രിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹാഫ് ഓഫ് ദ ലോഡ് ആയിരിക്കും രണ്ട് സപ്പോർട്ടിലും ആക്ട് ചെയ്യുന്നുണ്ടാവാന്ന്. അതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് WL/2 എന്ന് എഴുതാം. അല്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമുക്ക് RA അതേപോലെ തന്നെ RB = WL/2. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് W kN/m ആണ് തന്നിട്ടുള്ളത്. സോ WL/2 ആയിരിക്കും രണ്ട് സപ്പോർട്ടിലും ആക്ട് ചെയ്യുന്ന സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കർവിൻ്റെ ഇക്വേഷൻ എഴുതാന്നുള്ളതാണ്. ഇലാസ്റ്റിക് കർവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം EI × d²y/dx² = m. ഇതാണ് ഇക്വേഷൻ.
ഈ ഒരു ഇക്വേഷൻ എഴുതിയതിന് ശേഷം ഇതിൽ എമ്മിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 പ്രോബ്ലം, ഒന്ന് സിംപ്ലി സപ്പോർട്ടഡും അടുത്തതൊരു കാൻറ്റിലിവറും ചെയ്യും. അത് രണ്ടും സിംഗിൾ സ്പാൻ ആണ്, അതേപോലെ തന്നെ സിമെട്രിക്കൽ ആയിട്ടുള്ള ലോഡിംഗ് ആണ്. നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേറെ ലോഡിംഗ് ഒന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് എവിടെയെങ്കിലും ഒരു സെക്ഷൻ ലൈൻ വരച്ചാൽ മതി. ആ ഒരു സിംഗിൾ സ്പാനിൽ എവിടെയെങ്കിലും ഒരു സെക്ഷൻ ലൈൻ കട്ട് ചെയ്തിട്ട് മൊമെൻറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. വലിയ പ്രോബ്ലംസ്, അതായത് കുറച്ചും കൂടെ ലെങ്തി ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന പ്രോബ്ലത്തിലാണ് നമ്മൾ സെക്ഷൻ ലൈൻ എടുക്കുമ്പം അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ആ ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഇപ്പം ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം വിത്ത് സിമെട്രിക് ലോഡിംഗ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും ഒരു സെക്ഷൻ ലൈൻ ഇതേപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സെക്ഷൻ ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് കേസ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് ഈ ഒരു സെക്ഷൻ ലൈൻ ഉള്ളതെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഐതർ നിങ്ങൾക്ക് അത് സപ്പോർട്ട് ചെയ്യുന്ന അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് ബിന്ന് അസ്യൂം ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് അസ്യൂം ചെയ്യാണ്. ഈ ഒരു സെക്ഷൻ ലൈൻ ഞാൻ എടുത്തിരിക്കുന്നത് അറ്റ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം സപ്പോർട്ട് എ ആണ്. സപ്പോർട്ട് എ എന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് ഈ ഒരു സെക്ഷൻ ലൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ ഇനി നെക്സ്റ്റ് നമുക്ക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതണം. സോ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഐദർ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് എടുക്കാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് എടുക്കാം. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഈ ഒരു സെക്ഷൻ ലൈനിലേക്ക് നമ്മൾ മൊമെൻറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. മൊമെൻറ്റ് എബൌട്ട് ദിസ് സെക്ഷൻ ലൈൻ എഴുതണം. നിങ്ങൾക്കത് ലെഫ്റ്റിന് എഴുതാം, റൈറ്റിന് എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇതിപ്പം എക്സ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടുന്ന് ബാക്കിയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? L മൈനസ് എക്സ് ആയിരിക്കും. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L മൈനസ് ഓഫ് എക്സ് ആയിരിക്കും. സോ യു ക്യാൻ ഐദർ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ മൊമെൻറ്റ് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓർ റൈറ്റ് സൈഡ്. ഇപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് റൈറ്റ് സൈഡിൽ നിന്നാണ്. സോ റൈറ്റ് സൈഡിൽ നിന്ന് ഈ ഒരു സെക്ഷൻ ലൈനിലേക്ക് മൊമെൻറ്റ് എടുക്കുമ്പം ആദ്യം വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് RA ആണ്. RAൻ്റെ വാല്യൂ നമുക്കറിയാം, WL/2 ആണ് RAൻ്റെ വാല്യൂ വരുന്നത്. സോ ഈ RA ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു സെക്ഷൻ ലൈൻ എന്ന് പറയുന്നത് എക്സ് ആണ് വരുന്നത്. ഈ ഒരു ആറോ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്കിതറിയാം, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൊമെൻറ്റ് വരുമ്പോൾ അത് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. സോ RA ഇൻറ്റു എക്സ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. സോ M ഇസ് ഈക്വൽ ടു RA എന്ന് പറയുന്നത് WL/2 ഇൻറ്റു എക്സ് എന്ന് വരും ആദ്യം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് W ആണ്. സോ ഈ ഒരു ലോഡ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് എത്ര വരും? WX അല്ലേ, കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയുന്നത് W ഇൻറ്റു എക്സ് ആണ് വരിക, വിച്ച് ഇസ് ആക്ടിങ് അറ്റ് ദ മിഡ് സ്പാൻ. X/2 ആക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലേ, X/2 കറക്റ്റ് എക്സിൻ്റെ X/2 ഡിസ്റ്റൻസിലായിരിക്കും ഈ ഒരു WX ആക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഇതിൻ്റെ മൊമെൻറ്റ് എന്ന് പറയുമ്പം WX ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? X/2, കാരണം എക്സിൻ്റെ മിഡ് സ്പാനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഈ ആരോനെ നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പം ഇത് ഏത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇങ്ങനെയാണ് അല്ലേ. സോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മൈനസ് ആണ്. സോ മൈനസ് WX ഇൻറ്റു X/2, അതായത് M ഇസ് ഈക്വൽ ടു WLX/2 മൈനസ് WX²/2. ഇങ്ങനെ മൊമെൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി ഈ മൊമെൻറ്റിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. സോ EI ഇൻറ്റു d²y/dx² ഇസ് ഈക്വൽ ടു WLX/2 മൈനസ് WX²/2. ഇങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് സ്ലോപ്പ് കാണണം എന്നുണ്ടെങ്കിൽ ഇതിന് ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഡിഫ്ലക്ഷൻ കാണണം എന്നുണ്ടെങ്കിൽ ഇതിനെ 2 പ്രാവശ്യം നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ നമുക്കിവിടെ ഡിഫ്ലക്ഷനാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് ഇതിനെ ഫസ്റ്റ് ടൈം ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സോ EI ഇൻറ്റു ഇൻറ്റഗ്രൽ d²y/dx² ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ WLX/2 മൈനസ് WX²/2. സോ EI കോൺസ്റ്റൻ്റ് ആണ്. EI d²y/dx² ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം dy/dx എന്ന് കിട്ടും, ഇസ് ഈക്വൽ ടു WLX/2 ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം WL/2ഉം എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം X²/2 എന്നും വരും. മൈനസ് ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം W/2ഉം ഇത് X³ വരും അല്ലേ. X² ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം X³ ആണ് വരുന്നത്. പ്ലസ് എന്തും കൂടെ ഉണ്ടാവും? ഒരു ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റും കൂടെ ഉണ്ടാവും. സോ ഇതിന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പം EI ഇൻറ്റു dy/dx ഇസ് ഈക്വൽ ടു WLX²/4 മൈനസ് WX³ 6 പ്ലസ് C1 എന്നായിരിക്കും
സ്ലോപ്പിൻ്റെ ഇക്വേഷൻ വരുന്നുണ്ടാവാം. സോ നിങ്ങൾക്ക് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു C1ൻ്റെ വാല്യൂ ബൗണ്ടറി കണ്ടീഷൻസ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പിന്നെ ഏത് പോയിന്റിൽ എക്സ് എത്ര ഡിസ്റ്റൻസ് ഏത് പോയിന്റിലാണോ എക്സ് ഏതാണോ വരുന്നത് ആ ഒരു എക്സിൻ്റെ വാല്യൂ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്ലോപ്പിൻ്റെ വാല്യൂ കിട്ടും. നമുക്കിപ്പോൾ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെക്കൻഡ് ഇക്വേഷനെ ഒന്നും കൂടെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇക്വേഷനെ നമ്മൾ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. EI ഇൻറ്റു ഇൻറ്റഗ്രൽ dy/dx ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ WL(x²/4 മൈനസ് WX³/6 പ്ലസ് C1. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് dy/dxനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y എന്ന് കിട്ടും ഇസ് ഈക്വൽ ടു ഈ ഒരു ഫസ്റ്റ് ടേമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ WL/4 ഇൻറ്റു x³/3 എന്ന് വരും മൈനസ് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ W/6 ഇൻറ്റു x⁴/4 എന്ന് വരും പ്ലസ് C1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ C1 x എന്ന് പറഞ്ഞിട്ട് വരും. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പോവാണ്. സോ EI ഇൻറ്റു y ഇസ് ഈക്വൽ ടു WLx³/12 മൈനസ് WX⁴/24 പ്ലസ് C1x ഇവിടെ ഒരു C2 എന്ന് പറഞ്ഞൊരു ടേമും കൂടെ വരും കേട്ടോ. നമ്മൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അഗെയിൻ ഒരു കോൺസ്റ്റൻറ്റും കൂടെ വരും. സോ C1x പ്ലസ് സെക്കൻഡ് ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് C2 വരും. സോ ആ C2ഉം കൂടെ ഇവിടെ എഴുതാം കേട്ടോ. ഇതാണ് ഇക്വേഷൻ നമ്പർ 3. ഇതാണ് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നിങ്ങൾ C1ൻ്റെയും C2ൻ്റെയും വാല്യൂ ബൗണ്ടറി കണ്ടീഷൻസ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് പോയിന്റിലാണോ എക്സ് എത്ര ഡിസ്റ്റൻസിലാണോ നിങ്ങൾക്ക് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ കിട്ടും. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. കാൻറ്റിലിവർ ബീം ആണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടാവില്ല, റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഇലാസ്റ്റിക് കർവിൻ്റെ ഇക്വേഷൻ എഴുതാം. EI ഇൻറ്റു d²y/dx² ഇസ് ഈക്വൽ ടു m എന്നുള്ള ഇക്വേഷൻ എഴുതാം. എന്നിട്ട് മൊമെൻറ്റിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഒരു സിംഗിൾ സ്പാൻ ആണെങ്കിൽ ഒരു സിംഗിൾ സ്പാൻ സിമെട്രിക്കൽ ലോഡിംഗ് ഒക്കെ ആണെങ്കിൽ ആ ഒരു സ്പാനിൽ എവിടെയെങ്കിലും ഒരു സെക്ഷൻ ലൈൻ കട്ട് ചെയ്തിട്ട് ആ ഒരു സെക്ഷൻ ലൈനിലേക്ക് വരുന്ന മൊമെൻറ്റിൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. ആ മൊമെൻറ്റ് m ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം ആ ഇക്വേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ സ്ലോപ്പ് കിട്ടും. 2 പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ അൺനോൺ ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് C1ൻ്റെയും C2ൻ്റെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ തിയറി പറഞ്ഞ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക ഒന്ന് മാക്സിമം, അതായത് സിമെട്രിക്കൽ ലോഡിങ്ങിൻ്റെ കേസാട്ടോ പറയണത്. സിമെട്രിക്കൽ ലോഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഡിഫ്ലക്ഷൻ എപ്പോഴും വരുന്നത് മിഡ് സ്പാനിലായിരിക്കും. ഈ മാക്സിമം ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു x/2ലാണ് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ L/2 ടോട്ടൽ സ്പാൻ എല്ലാണെങ്കിൽ L/2ലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നുണ്ടാവുക. ഇനി മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന ആ ഒരു പോയിന്റിൽ, ഇപ്പോൾ ഇതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഇങ്ങനെയാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക. മാക്സിമം ഡിഫ്ലക്ഷൻ സെൻറ്ററിലാണ്. ഈ ഒരു മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന ഈ ഒരു പോയിന്റിൽ സ്ലോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നുണ്ടാവുക. സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഈ ഒരു 2 സപ്പോർട്ടിലും ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും, സ്ലോപ്പിന് വാല്യൂ ഉണ്ടാവും. ഓക്കെ, 2 സപ്പോർട്ടിലും ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുമ്പോൾ ഫ്രീ ടു റൊട്ടേറ്റ് ആണ്. സോ 2 സപ്പോർട്ടിലും ഇവിടെ നമുക്ക് സ്ലോപ്പിന് തീറ്റയ്ക്ക് വാല്യൂ ഉണ്ടാവും, പക്ഷേ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. എന്നാൽ മാക്സിമം ഡിഫ്ലക്ഷൻ മിഡ് സ്പാനിലാണ്. ആ ഒരു പോയിന്റിൽ സ്ലോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതായിരിക്കും മിക്കവാറും ഒരു സിംപ്ലി സപ്പോർട്ടഡിൻ്റെ കേസ് വരുമ്പം അപ്ലൈ ചെയ്യേണ്ട ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു C1ൻ്റെയും C2ൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബൗണ്ടറി കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ 2 സപ്പോർട്ട് വരുന്ന പോയിന്റുകളിൽ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. y എന്ന് പറയുന്നത് എന്താണ്? y ഇസ് ഈക്വൽ ടു 0 ആണ്. ഡിഫ്ലക്ഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. ഈ 2 പോയിന്റിലും സ്ലോപ്പ് ഉണ്ട്, ഫ്രീ ടു റൊട്ടേറ്റ് ആണ്, ബട്ട് ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്.
എന്നുള്ള കണ്ടീഷൻ നമുക്കറിയാം. സോ ഈ ബൗണ്ടറി കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു എ എന്നാണ് നമ്മൾ എക്സ് മെഷർ ചെയ്തത് അല്ലേ, എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മെഷർ ചെയ്തത്. സോ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്, എക്സിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടല്ല, എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ് വരുന്നത് അല്ലേ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഡിസ്റ്റൻസ് ഇല്ല, ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. സോ ആദ്യം നമ്മൾ എഴുതുന്ന ബൗണ്ടറി കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 വൈ ഈസ് ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു സപ്പോർട്ടിൽ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്, വൈ ഇസ് ഈക്വൽ ടു 0 ആണ്. സോ ആ ഒരു കണ്ടീഷൻ നമ്മൾ എടുത്തു. ഈ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇക്വേഷൻ 3ലാണ്. നമ്മൾ കണ്ടുപിടിച്ച ഡിഫ്ലക്ഷൻ അല്ലേ, വൈ ഇസ് ഈക്വൽ ടു 0 എന്നാണ്. സോ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനിലാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇ ഐ ഇൻറ്റു വൈൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. 0 ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്, ബൈ 12 മൈനസ് ഡബ്ല്യു ഇൻറ്റു 0 ബൈ 24 പ്ലസ് C1 ഇൻറ്റു 0 പ്ലസ് C2. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം C2ന് നമുക്ക് എന്ത് വാല്യൂ കിട്ടും, C2 ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പം C2ൻ്റെ വാല്യൂ എന്ത് കിട്ടി, 0 ആണ് എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യും. ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ 0 ആയിരുന്നു. ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തിയപ്പോഴേക്കും എക്സിൻ്റെ വാല്യൂ എന്തായി, L ആയി അല്ലേ, ടോട്ടൽ ഡിസ്റ്റൻസ് ആയി, എൻഡ് പോയിന്റ് ആയി. സോ എക്സ് എന്ന് പറയുന്നത് എന്താണ്, എത്രയാണ് എക്സിൻ്റെ വാല്യൂ, L ആണ് എക്സിൻ്റെ വാല്യൂ വരുന്നത്. സോ വെൻ എക്സ് ഇസ് ഈക്വൽ ടു L, എക്സിൻ്റെ വാല്യൂ L ആവുമ്പം അവിടെയും ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്, വൈ ഇസ് ഈക്വൽ ടു 0 ആണ് വരുന്നത്. സോ ആ ഒരു ബൗണ്ടറി കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് C1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അടുത്ത ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ എടുക്കുന്നത് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എൽ വൈ ഇസ് ഈക്വൽ ടു 0. എക്സിൻ്റെ വാല്യൂ L ആവുമ്പം വൈൻ്റെ വാല്യൂ അപ്പോഴും എന്താണ്, ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് ബി, അടുത്ത സപ്പോർട്ടിലും വൈൻ്റെ വാല്യൂ 0 ആണ്. സോ ഇത് നമ്മൾ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ വൈക്ക് 0 കൊടുക്കുകയാണ്. സോ ഇ ഐ ഇൻറ്റു 0 ഇസ് ഈക്വൽ ടു എക്സിന് നമ്മൾ L എന്നും കൊടുക്കുകയാണ്. സോ ഡബ്ല്യു എൽ ഇൻറ്റു എൽ ക്യൂബ് ബൈ 12 മൈനസ് ഡബ്ല്യു എൽ റേസ് ടു 4 ബൈ 24 പ്ലസ് C1 L പ്ലസ് C2ൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. C2ൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 0 ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ റേസ് ടു 4 ബൈ 12 മൈനസ് ഡബ്ല്യു എൽ റേസ് ടു 4 ബൈ 24 പ്ലസ് C1 L എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ ഈ ഒരു ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യുമ്പം കിട്ടുന്നത് 0 ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ റേസ് ടു 4 ബൈ 24 പ്ലസ് C1 L എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കൊണ്ടുപോകുമ്പം C1 L ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ റേസ് ടു 4 ബൈ 24 എന്ന് വരും. ഓർ C1 ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 24 എന്ന് പറഞ്ഞിട്ട് വരും. ഇതാണ് നമുക്ക് C1ന് കിട്ടുന്ന വാല്യൂ. ഈ C1ൻ്റെയും C2ൻ്റെയും വാല്യൂ നമുക്ക് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ഇക്വേഷൻ എഴുതാം. ഇതാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ. ഇതിൽ C2ൻ്റെ വാല്യൂ 0 എന്നും കിട്ടി, C1ൻ്റെ വാല്യൂ മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 24 എന്നും കിട്ടി ബൈ യൂസിങ് ദ ബൗണ്ടറി കണ്ടീഷൻ. സോ എപ്പോഴും സിംപ്ലി സപ്പോർട്ടഡിൽ നിങ്ങൾക്ക് ഇതായിരിക്കും ബൗണ്ടറി കണ്ടീഷൻ യൂസ് ചെയ്യേണ്ടി വരിക. ഒന്നെങ്കിൽ എക്സ് ഈക്വൽ ടു 0ലും എക്സ് ഈക്വൽ രണ്ട് സപ്പോർട്ടിലും ഡിഫ്ലക്ഷൻ വൈ ഈക്വൽ ടു 0 ആണ്. അല്ലെങ്കിൽ മിഡ് സ്പാൻ, അതായത് L/2 മിഡ് സ്പാനിൽ ഡിഫ്ലക്ഷൻ വൈ മാക്സ് ആണ്. അല്ലെങ്കിൽ ആ ഒരു മിഡ് സ്പാനിൽ dy/dx ഈക്വൽ ടു 0 ആണ്. സ്ലോപ്പ് 0 എന്ന് പറയുമ്പം അറ്റ് എക്സ് ഈക്വൽ ടു L/2 dy/dx ഈക്വൽ ടു 0 ആണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ആയിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാനുണ്ടാവുക ഫോർ ഫൈൻഡിങ് C1 C2. ഇതിൽ ഏത് കണ്ടീഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. ഓർത്ത് വെക്കുക, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഈ 3 കണ്ടീഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാനുണ്ടാവുക എന്നുള്ളത്. സോ നമ്മുടെ ഇക്വേഷൻ ഇ ഐ ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ എക്സ് ക്യൂബ് ബൈ 12 മൈനസ് ഡബ്ല്യു എക്സ് റേസ് ടു 4 ബൈ 24 പ്ലസ് C1 എന്ന് പറയുമ്പോൾ മൈനസ് ആണ്. സോ മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 24 ഇൻറ്റു എക്സ് പ്ലസ് 0 എന്ന് പറഞ്ഞിട്ട് വരും. നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിഫ്ലക്ഷൻ്റെ വാല്യൂ വൈ എവിടത്താണ് കണ്ടുപിടിക്കേണ്ടത്, മാക്സിമം ഡിഫ്ലക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞു മാക്സിമം ഡിഫ്ലക്ഷൻ ഒക്കേഴ്സ് അറ്റ് ദ മിഡ് സ്പാൻ ആണ്. സോ അറ്റ് എക്സ് ഈക്വൽ ടു L/2 വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് വൈ. എക്സ് L/2 ആകുമ്പോൾ ഈ വൈക്ക് എന്ത് വാല്യൂ ആണ്. സോ ഇ ഐ ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ, എക്സിൻ്റെ പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L/2 ദ ഹോൾ ക്യൂബ് ബൈ 12 മൈനസ് ഡബ്ല്യു L/2 the whole raised to 4 by 24 minus W L cube by 24 into L/2
പ്ലസ് 0 ആണ് വരുന്നത്. സോ ഇത് സോൾവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വൈക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാം. അതായിരിക്കും ഡിഫ്ലക്ഷൻ അറ്റ് ദ മിഡ് സ്പാൻ എന്ന് പറയുന്നത്. ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടുന്നത് മൈനസ് ഓഫ് 1/EI 5WL⁴/384 എന്നാണ്. ഇവിടെ EI നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള EI ഇങ്ങോട്ട് കൊണ്ടുവന്ന കേട്ടോ, റൈറ്റ് സൈഡിലേക്ക്. കാരണം y എന്ന് പറയുന്നതാണ് ഡിഫ്ലക്ഷൻ. സോ y ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എക്സ്പ്രഷൻ വേണ്ടത്. ഇവിടെ ഈ ഒരു നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ ആണ്. അതായത് ബെൻഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രക്ചർ ഡീഫോം ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് എന്നാണ് അത് മീൻ ചെയ്യുന്നത്. അല്ലാതെ വേറെ പ്രത്യേകതയൊന്നുമില്ല. മൈനസ് സൈൻ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ 5WL⁴/384 ഇതാണ് ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ MOSലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സ്ലോപ്പും ഡിഫ്ലക്ഷനും ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ കണ്ടീഷൻസിൻ്റെയും സ്ലോപ്പും ഡിഫ്ലക്ഷനൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം ഈ എക്സ്പ്രഷൻ അല്ലേന്ന് നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മളിതിൽ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ രണ്ടും at x equal to 0യും at x equal to Lലും y equal to 0 എന്നുള്ളൊരു കണ്ടീഷനാണ് യൂസ് ചെയ്തത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ at x equal to L/2 അതായത് മിഡ് സ്പാനിൽ ഈ മിഡ് സ്പാനിൽ dy/dx അല്ലേ, ഞാൻ പറഞ്ഞു സ്ലോപ്പിൻ്റെ വാല്യൂ എന്താണ്, സ്ലോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. dy/dx equal to 0 എന്നുള്ളൊരു കണ്ടീഷന് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് C1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ബൗണ്ടറി കണ്ടീഷൻസ് എന്നതൊക്കെയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് C1ൻ്റെയും C2ൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു എക്സ്പ്രഷൻ വേണമെങ്കിൽ ഇതും യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വി നീഡ് ടു ഫൈൻഡ് ദ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് ദ കാൻറ്റിലിവർ. ഇവിടെ ഒരു കാൻറ്റിലിവർ വിത്ത് കോൺസെൻട്രേറ്റഡ് ലോഡാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് ദ കാൻറ്റിലിവർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ P എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചെയ്യുമ്പോൾ W എന്ന് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഫിഗർ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കാൻറ്റിലിവർ ബീമിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദ ഫ്രീ എൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ്. ഫ്രീ എൻഡിൽ വരുന്ന ഡിഫ്ലക്ഷനും സ്ലോപ്പും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അതായത് ഇതാണ് ഈ ഒരു ഫ്രീ എൻഡ്, ഇത് ചെയ്യുകയാണെങ്കിൽ ബി എന്ന് പറയുന്നതാണ് ഫ്രീ എൻഡ് വരുന്നത്. സോ ഫ്രീ എൻഡിൽ വരുന്ന ഡിഫ്ലക്ഷനും സ്ലോപ്പും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു കാൻറ്റിലിവർ ബീം വരികയാണെങ്കിൽ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം വന്നപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാൻറ്റിലിവറിൻ്റെ കേസിൽ നമ്മൾ അങ്ങനെ സപ്പോർട്ട് റിയാക്ഷൻ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് ക്വസ്റ്റ്യൻ തരികയാണെങ്കിലും അത് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കർവിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതാം. EI × d²y/dx² is equal to m. ഇവിടെ നമ്മൾ മൊമെൻറ്റിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ എപ്പോഴും കാൻറ്റിലിവർ ബീമിൻ്റെ കേസ് വരുമ്പം ഫ്രീ എൻഡിന്, അതായത് സിംപ്ലി സപ്പോർട്ടഡിൻ്റെ കേസ് വരുമ്പോൾ ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ നിന്നാണ് നമ്മൾ സെക്ഷൻ ലൈൻ എടുക്കുന്നുണ്ടാവുക എക്സ് ഡിസ്റ്റൻസിൽ. കാൻറ്റിലിവറിൻ്റെ കേസ് വരുമ്പം എപ്പോഴും ഫ്രീ എൻഡിൽ നിന്ന് ഏതെങ്കിലും ഒരു എക്സ് ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുക, ഒരു സെക്ഷൻ ലൈന് കട്ട് ചെയ്യുക. സോ സെക്ഷൻ ലൈൻ ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ഫ്രീ എൻഡ്. ക്വസ്റ്റ്യനിൽ ഈ ഒരു സെക്ഷൻ ലൈൻ നമുക്കിപ്പോൾ എക്സ് ഡിസ്റ്റൻസിൽ എവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം. കാരണം നമുക്കിപ്പം കുറേ ലോഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഫ്രീ എൻഡിലൊരു ലോഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏത് പോയിന്റിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സെക്ഷൻ ലൈൻ മാർക്ക് ചെയ്യാം. കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോഡിംഗ് ഒക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിലെവിടെയാണ് സെക്ഷൻ ലൈൻ കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരിക അപ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിലും ഇപ്പോൾ എടുത്ത കാൻറ്റിലിവർ ആണെങ്കിലും ഇത് ഭയങ്കര ഏറ്റവും ബേസിക് ആയിട്ട് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സക്സസീവ് ഇൻറ്റഗ്രേഷൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു എക്സ് ഡിസ്റ്റൻസിൽ ഒരു സെക്ഷൻ ലൈൻ കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എപ്പോഴും കാൻറ്റിലിവറിൻ്റെ കേസിൽ ഫ്രീ എൻഡിൽ നിന്നായിരിക്കണം മൊമെൻറ്റ് എടുക്കേണ്ടത്. നമ്മൾ സിംപ്ലി സപ്പോർട്ടറിൻ്റെ കേസിൽ പറഞ്ഞു ഐദർ ലെഫ്റ്റിന്നോ റൈറ്റിന്നോ നമുക്ക് മൊമെൻറ്റ് എടുക്കാം എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ നിന്ന് മൊമെൻറ്റ് എടുക്കാം. കാൻറ്റിലിവറിൻ്റെ കേസിൽ എപ്പോഴും ഫ്രീ എൻഡിൽ നിന്ന് ഈ ഒരു സെക്ഷൻ ലൈനിലേക്കാണ് നമ്മൾ മൊമെൻറ്റ് എടുക്കേണ്ടത്. അതായത് റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ മൊമെൻറ്റ് എടുക്കേണ്ടത് അബൌട്ട് ദിസ് സെക്ഷൻ ലൈൻ. സോ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് M is equal to ഈ ഒരു റൈറ്റ് സൈഡിൽ ആകെ വരുന്ന ലോഡ് എന്ന് പറയുന്നത്, ആകെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു W മാത്രമാണ് വരുന്ന ഫോഴ്സ്. സോ W ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് എക്സ് ആണ്. ഈ ഒരു ആറോ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു സെക്ഷൻ ലൈനിലേക്ക് കൊണ്ടുവരുമ്പം ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സോ പോസിറ്റീവ് W ഇൻറ്റു എക്സ് എന്നാണ് മൊമെൻറ്റിൻ്റെ വാല്യൂ വരിക അബൌട്ട് ദിസ് സെക്ഷൻ. ഇനി ഈ എമ്മിൻ്റെ വാല്യൂ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ EI × d²y/dx² is equal to WX. സ്ലോപ്പിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രീ എൻഡിൽ. സോ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ ആദ്യം തന്നെ നമ്മൾ എഴുതണം. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇൻറ്റഗ്രേഷൻ ചെയ്യണം. സോ EI ×
ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡബ്ല്യു എക്സ്. റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു ഡബ്ല്യു എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ഡബ്ല്യു ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും പ്ലസ് C1. ഒരു ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റും കൂടെ അവിടെ ഉണ്ടാവും. ഇക്വേഷനാണ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. ഇതിൽ ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. സോ ഇ ഐ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സിനെ വീണ്ടും നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇസ് ഈക്വൽ ടു ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് C1നെ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. സോ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇ ഐ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ എന്നാണ് കിട്ടുക. ഇസ് ഈക്വൽ ടു ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും പ്ലസ് C1 ഇൻറ്റു എക്സ് പ്ലസ് C2. ഈ ഇക്വേഷൻ 2 ആണ് നമ്മുടെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ y ആണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ രണ്ട് ഇക്വേഷൻ 1 ആണെങ്കിലും ഇക്വേഷൻ 2ലാണെങ്കിലും C1ഉം C2ഉം എന്താണ് അൺനോൺ ആയിട്ടുള്ള വാല്യൂസാണ്. അപ്പം ഈ C1ൻ്റെയും C2ൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. എന്ത് യൂസ് ചെയ്തിട്ട്? ബൈ യൂസിങ് ദ ബൗണ്ടറി കണ്ടീഷൻ. കാൻറ്റിലിവറിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഈ ഒരു എൻഡിൽ സ്ലോപ്പും 0 ആയിരിക്കും, ഡിഫ്ലക്ഷനും 0 ആയിരിക്കും അല്ലേ. എന്ന് പറഞ്ഞു ഒരു ഫിക്സഡ് എൻഡ് ആണെങ്കിൽ ആ ഒരു ഫിക്സഡ് എൻഡ് എന്ന് പറയുന്നത് ഒരു ഡിഫോർമേഷനും അവിടെ പോസിബിൾ അല്ല, ട്രാൻസ്ലേഷനും പോസിബിൾ അല്ല, റൊട്ടേഷനും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ സ്ലോപ്പും 0 ആയിരിക്കും, ഡിഫ്ലക്ഷനും 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സ് എടുത്തിരിക്കുന്നത് ഈ ഒരു എൻഡിൽ നിന്നാണ്, ഇവിടെ നിന്നാണ് എക്സ് ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. സോ ഈ ഒരു പോയിന്റിലേക്ക് എത്തും, ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എക്സ് 0 ആയിരിക്കും. എൻഡ് പോയിന്റ് വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താവും? ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബീം എന്ന് പറയുന്നത് എന്താണ്? L ആണ്. സോ എക്സ് ഈക്വൽ ടു L വരുമ്പം ഡി വൈ ബൈ ഡി എക്സും 0 ആണ്, അതേപോലെ തന്നെ y ഡിഫ്ലക്ഷനും 0 ആണ്. ഈ രണ്ടെണ്ണമാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ കാൻറ്റിലിവറിൻ്റെ കേസ് വരുമ്പം അധികവും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫിക്സഡ് സപ്പോർട്ടിൽ ഡിഫ്ലക്ഷനും അതേപോലെ തന്നെ സ്ലോപ്പും എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നുണ്ടാവുക. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് at x ഈക്വൽ ടു L ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് ആദ്യത്തെ നമ്മൾ ബൗണ്ടറി കണ്ടീഷനായിട്ട് എടുക്കുന്നത്. സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ആണ്. സോ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഇക്വേഷനിൽ വേണം ഇടാൻ. സോ ഇ ഐ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് 0 ആണ്, ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് L ആണ്. സോ ഡബ്ല്യു ഇൻറ്റു L സ്ക്വയർ ബൈ 2 പ്ലസ് C1. ഇത് നമുക്ക് കിട്ടും C1 ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2. C1ൻ്റെ വാല്യൂ കിട്ടി. ഇനി C2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നതും അറ്റ് എക്സ് ഈക്വൽ ടു L വൈ ഈക്വൽ ടു 0. നേരത്തെ നമ്മൾ എടുത്തത് അറ്റ് എക്സ് ഈക്വൽ ടു L ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ആയിരുന്നു. ഇവിടെ അറ്റ് എക്സ് ഈക്വൽ ടു L വൈ ഈക്വൽ ടു 0 ആണ് വരുന്നത്. സോ വൈൻ്റെ ഇക്വേഷൻ ആദ്യം തന്നെ എഴുതാം. ഇതാണ് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ വരുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് എക്സിന് എല്ലും വൈക്ക് 0 ആണ് വാല്യൂ കൊടുക്കേണ്ടത്. സോ ഇ ഐ ഇൻറ്റു 0 ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു L ക്യൂബ് ഡിവൈഡഡ് ബൈ 6 പ്ലസ് C1 ഇൻറ്റു L പ്ലസ് C2 എന്നാണ് വരിക. ഇതിൻ്റെ അകത്ത് C1ൻ്റെ വാല്യൂ നമ്മൾ മുന്നേ തന്നെ കണ്ടുപിടിച്ചു. C1 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 ആണ് വരുന്നത്. സോ അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 6 മൈനസ് ഓഫ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 2 പ്ലസ് C2 ഇസ് ഈക്വൽ ടു 0. അതായത് C1 എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 ആണ്, ഇൻറ്റു ഒരു എല്ലും കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഇത് മൈനസ് ഓഫ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 2 എന്നായത് പ്ലസ് C2 ഇസ് ഈക്വൽ ടു 0. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഈ എക്സ് നമ്മളിപ്പം ഫ്രീ എൻഡിൽ നിന്നാണ് എക്സ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് മാർക്ക് ചെയ്യാം കേട്ടോ. എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫിക്സഡ് സപ്പോർട്ടിന് എക്സ് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഇത് L മൈനസ് ഓഫ് എക്സ് ആയിട്ട് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെയാണ് എക്സ് മാർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. ഞാനിപ്പം ഈ ഒരു ഫ്രീ എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിൽ ഇങ്ങനെ സെക്ഷൻ മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് മാർക്ക് ചെയ്ത് ഇത് L മൈനസ് ഓഫ് എക്സ് ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അത് ഒക്കെ നമ്മുടെ ഇഷ്ടപ്രകാരമാണ്. കാൽക്കുലേഷൻ അതിനനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് എങ്ങനെ ചെയ്താലും ഒരു ആൻസർ കിട്ടുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് C2ൻ്റെ വാല്യൂ കിട്ടുന്നത് മൈനസ് ഓഫ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3 എന്നാണ്. സോ C1ൻ്റെയും C2ൻ്റെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്ലോപ്പിൻ്റെയും ഡിഫ്ലക്ഷൻ്റെയും ഇക്വേഷനിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ നമ്മൾ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എഴുതി. ഇ ഐ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് C1ൻ്റെ വാല്യൂ ആണ് പ്ലസ് C1 ആയിരുന്നു. C1ൻ്റെ വാല്യൂ മൈനസ് ഓഫ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 എന്നായതുകൊണ്ട് C1ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ലോപ്പ് അറ്റ് ഫ്രീ എൻഡാണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്ലോപ്പ് അറ്റ് ദ ഫ്രീ എൻഡാണ്. സോ ഈ ഫ്രീ എൻഡ് എന്ന് പറയുമ്പം ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ് അല്ലേ, അതായത് എക്സ് ഈക്വൽ ടു 0യിൽ സ്ലോപ്പിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ അറ്റ് എക്സ് ഈക്വൽ ടു 0 വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സ്ലോപ്പ്, അതായത് dy ബൈ ഡി എക്സിൻ്റെ വാല്യൂ എന്താണ്. സോ ഇ ഐ ഇൻറ്റു dy ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് എക്സിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പോൾ എക്സിന് ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം നമുക്ക് ഫൈനലി dy ബൈ ഡി എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി, മൈനസ് ഓഫ് 1 ബൈ ഇ ഐ ഇൻറ്റു WL²/2 എന്ന് കിട്ടി. ഇവിടെ നെഗറ്റീവ് സൈൻ ഉദ്ദേശിക്കുന്നത് ഡയറക്ഷൻ ഓഫ് ദ സ്ലോപ്പാണ് കാണിക്കുന്നത്. ഓക്കെ, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്നുള്ള സ്ലോപ്പിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എഴുതാം. ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ ഇതാണ്. ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനിൽ C1ഉം C2 ഉണ്ടായിരുന്നു. അപ്പോൾ C1ൻ്റെ പ്ലേസിൽ മൈനസ് ഓഫ് WL²/2 എന്നും C2ൻ്റെ പ്ലേസിൽ മൈനസ് ഓഫ് WL³/3 എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അഗെയിൻ ഫ്രീ എൻഡിൽ വരുന്ന ഡിഫ്ലക്ഷൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫ്രീ എൻഡ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു എന്താണ്, 0 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യിൽ വൈൻ്റെ വാല്യൂ എന്താണ്, സോ ഇ ഐ ഇൻറ്റു വൈ, എക്സിനെല്ലാം 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ വൈൻ്റെ വാല്യൂ എന്ത് കിട്ടി, മൈനസ് ഓഫ് 1 ബൈ ഇ ഐ ഇൻറ്റു WL³/3 എന്ന് കിട്ടി. ഇതാണ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ കട്ട് ചെയ്യാനൊന്നും വലിയ പ്രശ്നമൊന്നും വന്നിട്ടുണ്ടാവില്ല. കാരണം ജസ്റ്റ് ഒരു സിമെട്രിക്കൽ ഒരു ചെറിയ ലോഡിങ് വരുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കണ്ടീഷനാണ് ഇപ്പം നമ്മൾ ഈ ചെയ്ത സിംപ്ലി സപ്പോർട്ടഡും അതേപോലെ തന്നെ ക്യാൻറ്റിലിവർ ആണെങ്കിലും ഒരു സിംഗിൾ സ്പാന് വന്നിട്ട് ഒരു സിമെട്രിക്കൽ ലോഡിങ് തന്നിട്ട് ഇപ്പോൾ ക്യാൻറ്റിലിവർ ആണെങ്കിലും ഒരു സിമ്പിൾ കോൺസെൻട്രേറ്റഡ് ലോഡ് തന്നിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പാനിൽ എവിടെയെങ്കിലും ഒരു എക്സ് ഡിസ്റ്റൻസിൽ ഒരു സെക്ഷൻ കട്ട് ചെയ്ത് അങ്ങോട്ടേക്കുള്ള മൊമെൻറ്റും എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ വലിയ മാർക്കിനൊക്കെ ചോദിക്കുന്ന പ്രോബ്ലം ഇങ്ങനെ ആയിരിക്കില്ല. ഇത് ഈ ഒരു മെത്തേഡ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇനീഷ്യലി നിങ്ങൾക്ക് ചെയ്യിപ്പിച്ച 2 ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ചെറിയ മാർക്കിനൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പക്ഷേ ഒരു വലിയ മാർക്കിന് ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അതേപോലെ തന്നെ ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡിൽ ഇപ്പം നമ്മൾ UDL വെച്ചിട്ടാണ് ചെയ്തത്. അത് കോൺസെൻട്രേറ്റഡ് ലോഡ് എടുത്ത് സെൻറ്റർ വെച്ചിട്ടും അതേപോലെ തന്നെ ക്യാൻറ്റിലിവറിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് ലോഡ് എടുത്ത് ഫ്രീ എൻഡ് വെച്ചിട്ടാണ് ചെയ്തത്. അതിന് പകരം കംപ്ലീറ്റ് ആയിട്ട് UDL കൊടുത്തിട്ട് അത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കാം. അതും 2 ബേസിക് ആയിട്ട് വരുന്ന കണ്ടീഷനാണ്. അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ മിഡ് സ്പാനിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് വരുന്നത് പോലെയും ഒരു ക്യാൻറ്റിലിവർ ബീമിൽ കംപ്ലീറ്റ് ആയിട്ട് UDL വരുന്ന കണ്ടീഷനും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ലോപ്പും ഡിഫ്ലക്ഷൻ്റെ വാല്യൂസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ജസ്റ്റ് സ്ലോപ്പ് അറ്റ് ദ സപ്പോർട്ടും ഡിഫ്ലക്ഷൻ മാക്സിമം ഡിഫ്ലക്ഷനും അതേപോലെ തന്നെ ക്യാൻറ്റിലിവറിൽ ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് അറ്റ് ദ ഫ്രീ എൻഡ് ഒക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത 2 കണ്ടീഷൻ അല്ലാത്ത ഈ ഒരു 2 കണ്ടീഷൻ നിങ്ങൾ സ്വന്തമായിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ സോൾവ് ചെയ്ത് നോക്കുക ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ മാർക്കിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ലെക്ചർ. ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.